പരുന്തുംപാറ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച മാതൃഭൂമി ന്യൂസ് വാർത്ത വീണ്ടും നിയമസഭയിൽ ചർച്ചയാക്കി പ്രതിപക്ഷം. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടനാണ് നോട്ടീസ് നൽകിയത്. ഇടുക്കി ജില്ലയിലെ കയ്യേറ്റം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ കിട്ടിയിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്ന് മാത്യു വിമർശിച്ചു. വ്യാജ പട്ടയം ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കയ്യേറിയിരിക്കുന്നതെന്ന് വി.ഡി. സതീശനും ആരോപിച്ചു. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി കണ്ട് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പീരുമേട് താലൂക്കിലെ ഈ വ്യാപകമായ കയ്യേറ്റം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ പീരുമേട് തഹസിൽദാർക്ക്, വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും നൽകിയെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല സാർ. ഈ വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കുകയും ക്രയവിക്രയം അഭംഗുരം നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് പിന്നില് വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുവെന്നും ആ ലോബിക്ക് ഈ സർക്കാരിന്റെ ശക്തമായ പിന്തുണ ലഭിക്കുന്നുവെന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ റിപ്പോർട്ടുകൾ വന്നിട്ട് സമയത്ത് ഇത് ഒഴിപ്പിക്കാൻ കഴിയാവുന്നത്? സാർ, ഇതിന്റെ അതിവിദഗ്ധമായ ഗൂഢാലോചനയാണ് ഈ കയ്യേറ്റത്തിന്റെ പുറകിൽ നടന്നത്. അതിന് നേതൃത്വം നൽകിയതാവട്ടെ ഇടുക്കിയിലെ ഒരു ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ. അങ്ങയുടെ കയ്യിൽ കിട്ടിയൊരു അപേക്ഷ അങ്ങ് പരിശോധിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ അപേക്ഷ? ആ അപേക്ഷ ഇടുക്കി കളക്ടറേറ്റിൽ എത്തിയപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അത് ഏറ്റുവാങ്ങി അവിടെ പോയി ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുത്തു. ചൊക്രമുടിയിൽ അതിന്റെ തൊട്ടപ്പുറത്ത് കല്ലമ്പലം, ഉപ്പള, പച്ചപ്പുല്ല് തുടങ്ങിയ സ്ഥലത്ത് സാർ കയ്യേറ്റക്കാര് പാറ പൊട്ടിച്ചിട്ട് 10 മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കി. സാർ, അതാണോ പാറ? അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാപ്പാറ? കുടിയേറ്റക്കാരായ ധാരാളമായി മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ അർഹതപ്പെട്ട ആളുകളുണ്ട്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അങ്ങനെ അർഹതപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായി പട്ടയം നൽകണം എന്നാണ് ഈ ഗവൺമെന്റിന്റെ അഭിപ്രായം. ഏതെങ്കിലും വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വാധീനങ്ങൾക്ക് വശപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സർവേ മാറ്റിക്കൊടുക്കുകയോ ഭൂമി തെറ്റായി തണ്ടപ്പേര് കൊടുക്കുകയോ ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ ലിസ്റ്റിലുണ്ടാകില്ല.